ഒന്ന് ഇളക്കി കൊടുത്തേ. എന്താ കല്യാണി, തക്കാളി ഇട്ട് ഉപ്പ് മാറൂ? കല്യാണി വെറുതെ വേണ്ടാത്തൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ഫുഡ് കഴിക്കപ്പോ ആൾക്കാരെത്തും. കല്യാണി സമ്മതിച്ചു, നീ പാചകറാണി തന്നെ. ഇനി ധൈര്യമായിട്ട് വിളമ്പിക്കോ. സൂപ്പർ. വിളമ്പടി വിളമ്പ്. ഇപ്പൊ കാണാം ഓരോരുത്തരും ഛർദിക്കുന്നത്. അയ്യോ, എല്ലാരും നല്ലോണം കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാനിട്ട ഉപ്പൊക്കെ എങ്ങോട്ട് പോയി? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മാഡം, ഫുഡൊക്കെ വളരെ നന്നായിരുന്നു. ശരിയാണ്. ഓക്കെ. ആർട്ടിസ്റ്റ് ലോഗോ കണ്ണുകളുടെ ഉടമയെ വരച്ചു കാണുമല്ലോ. നോക്കാൻ തുടങ്ങിയപ്പോഴാണ് ഡൊണാൾഡിന്റെ ഫോണ്. ഹലോ ആനന്ദേ, വാ ഇരിക്കിരിക്കെ. യു ആർ എ ലക്കി മാൻ. ആനന്ദ്, കല്യാണവും ബിസിനസ്മാന്റെ അവാർഡും രണ്ടും കൂടി ഒരുമിച്ചല്ലേ വന്നത്. കൺഗ്രാറ്റ്സ് ആനന്ദ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഹലോ ആനന്ദേ, വാ ഇരിക്കിരിക്കെ. യു ആർ എ ലക്കി മാൻ. ആനന്ദ്, കല്യാണവും ബിസിനസ്മാന്റെ അവാർഡും രണ്ടും കൂടി ഒരുമിച്ചല്ലേ വന്നത്. കൺഗ്രാറ്റ്സ് ആനന്ദ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. പ്രിയങ്ക, കം സിറ്റ്. അയ്യോ, ടെൻഷന്റെ ഇടയിൽ ഞാൻ ഈ കാര്യങ്ങൾ മറന്നു. അടുക്കളക്കാരിയുടെ മുഖം ആ കണ്ണ് നോക്കി അച്ചടിച്ചതുപോലെ വരച്ചു വെച്ചിരിക്കല്ലേ. ഇതാനന്ദ കണ്ട അതോടെ തീർന്നു. അയ്യോ,
നിങ്ങൾ എന്തായി കാണിച്ചത്? നിങ്ങൾക്ക് ഭ്രാന്താണ്. നിങ്ങൾ എന്തിനാ എന്നെ ഡ്രോയിങ് വലിച്ചേറി കളഞ്ഞത്? അതെ, താൻ അങ്ങനെ ഇവിടെ ഉള്ളവരുടെ ഫോട്ടോ കൊണ്ടുപോയി പ്രദർശനം നടത്തണ്ട. താൻ പോയി വല്ല പട്ടിയുടെയും പൂച്ചയുടെയും പടം വരയടോ. വന്നിരിക്കുന്നു ആർട്ടിസ്റ്റ് ആണ് പോലും, ആർട്ടിസ്റ്റ്. നിങ്ങളൊരു കലയെ അവമാനിച്ചത്, ഒരു കലാകാരനെ. കലയെ കാടത്തം കൊണ്ട് തോൽപ്പിക്കാൻ നിൽക്കരുത്. മിസ്റ്റർ ആനന്ദ് കണ്ണുകളുടെ ഇമേജ് എന്ന് മുഖം വരയ്ക്കാൻ പറഞ്ഞതാ. അദ്ദേഹത്തോട് ഞാൻ എന്ത് മറുപടി പറയും? ഇത് ആനന്ദ് കാണാതിരിക്കാനാ ഞാൻ വലിച്ചു കീറി കളഞ്ഞത്. അതെ, ഇത് പബ്ലിക് ഫംഗ്ഷൻ ഒന്നും അല്ലല്ലോ താൻ കിടന്ന് ചിലക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ ഫാമിലി ഫംഗ്ഷനാ. എല്ലാം കൂടി എടുത്ത് കത്തിച്ച് കളയണ്ടെങ്കിൽ പെട്ടെന്ന് കൂടും കുടുക്കി എടുത്ത് സ്ഥലം വിടാൻ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എക്സ്ക്യൂസ് മീ സർ, ആർട്ടിസ്റ്റ് മിസ്റ്റർ കലാഗ്രാമൻ കൃഷ്ണമൂർത്തി ഏത് റൂമില്? 201 സെക്കൻഡ് ഫ്ലോർ. താങ്ക് യു. സർ, കൃഷ്ണമൂർത്തി സാർ റൂമിലില്ല. ഓ ഐ സി. എപ്പോ വരുമെന്നറിയോ? ഉടൻ വരും സർ. ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു. യു ക്യാൻ വെയിറ്റ് ഹിയർ. ഓക്കെ, താങ്ക് യു. വെൽക്കം. ആ കല്യാണി, ഫുഡ് സൂപ്പർ ആയിരുന്നു. പറഞ്ഞ വാക്ക് നീ പാലിച്ചു. കല്യാണി, ഇന്നത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ദേ, ഇതുപോലെ ഞങ്ങളുടെ എല്ലായിടത്തിനും പാചകം ചെയ്യണം. ആന്റി, ആനന്ദിനെ എവിടെയെങ്കിലും കാണുന്നില്ല. എവിടെ പോയി? ശരിയാ, ഞാനും കുറച്ചായിട്ട് നോക്കുക. അല്ല, ബ്രോ ഇതെവിടെ പോയി? ആനന്ദ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വല്ലതും പോയി കാണും. നീ പോയി നോക്കുമോളെ. ആനന്ദ്, ആനന്ദ്,
ശ്ശോ, ആളിവിടെ ഇല്ലല്ലോ. പിന്നത് എവിടെ പോയി? ഒന്ന് ഫോൺ വിളിച്ചു നോക്കാം. നോട്ട് റീച്ചബിൾ എന്നാണല്ലോ പറയുന്നത്. ഇതുവരെ ആള് തിരിച്ചെത്തിയിട്ടുമില്ല. ദൈവമേ, ഇനി അന്നത്തെ പോലെ വല്ല അസുഖവും മറ്റോ? ശ്ശോ. ആന്റി, ആന്റി, ആനന്ദ് റൂമിലും ഇല്ല. റൂമിലില്ലേ? ഫോൺ വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കേ. ഫോൺ വിളിച്ച ആന്റി, പരിധിക്ക് പുറത്താന്നാ പറയുന്നത്. ആനന്ദ് പുറത്തെങ്ങും പോകാൻ വഴിയില്ല. ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ കാണും. അരവിന്ദ്, നീ പോയി നോക്ക്. ശരിച്ചാ. നിങ്ങളും അന്വേഷിച്ചോളൂ. ഇടയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായതല്ലേ, എവിടെയെങ്കിലും മാറിയിരിക്കുകയാണെങ്കിലോ? ശരി ചേച്ചി. ആന്റി, ബ്രോ, ആഹാ, അപ്പോഴേക്കും ആളങ്ങ് ഡൗൺ ആയല്ലോ. ഹലോ മാഡം, നമ്മുടെ മകൻ ആനന്ദകൃഷ്ണൻ 2.5 വയസ്സുള്ള കൊച്ചുകുട്ടിയൊന്നുമല്ല. 10-25 വയസ്സായ ചെറുപ്പക്കാരനാണ്. അവനെ പിള്ളേർ പിടുത്തക്കാരൊന്നും പിടിച്ചോണ്ട് പോവില്ല. ആ വന്നിരിക്കും. യു ജസ്റ്റ് റിലാക്സ്. ഷടാ, ഇതിപ്പോ എന്റെ മുറിയിലില്ലല്ലോ. ഈ രാത്രിയിൽ ഇത് എവിടെ പോയി? ആ, ശബരി ബ്രോ എന്ന് വിളിച്ചു നോക്കാം. ഒരുപക്ഷെ 2 ബ്രോസും കൂടി എവിടെയെങ്കിലും പോവാൻ മുങ്ങിയതാണെങ്കിലോ. ഹായ് അരുൺ, ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. അതേ, നമ്മുടെ ബ്രോ മാഷിന്റെ കൂടെ ഉണ്ടോ? എടാ, ഞാൻ ബാംഗ്ലൂരാ. ഓ, അതല്ലേ ഫംഗ്ഷൻ വരാൻ പറ്റാതെ പോയത്. ആ, നാളെ രാവിലത്തെ ഫ്ലൈറ്റ് തന്നെ ഞാൻ ഇവിടെ എത്തും. ആനന്ദ് എവിടെ പോയി? ഫംഗ്ഷൻ കഴിഞ്ഞപ്പോ മുതൽ ബ്രോയെ കാണുന്നില്ലെന്നേ. മൊബൈൽ ആണെങ്കിൽ ഔട്ട് ഓഫ് കവറേജും. ആ, അതാ ഞാനും വിളിച്ചിട്ട് കിട്ടാത്തത്. അപ്പോഴും ഔട്ട് ഓഫ് കവറേജ് തന്നെ പറഞ്ഞത്. ആ, അരവിന്ദേ, ആനന്ദ് എവിടെയും പോകാൻ വഴിയില്ല. അവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ആ, എന്തായാലും നീ ഫോൺ കട്ട് ചെയ്തോ. ഞാൻ ഒന്നുകൂടി ഇന്ന് വിളിച്ചു നോക്കട്ടെ. ആനന്ദിനെ ഫോണിൽ കിട്ടിയാ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി, ഓക്കെ. പിന്നെ ഇത് എവിടെ പോയി? ഇനിയിപ്പോ ഏയ് അതൊന്നും ആയിരിക്കില്ല. എക്സ്ക്യൂസ് മീ, 201 ചാവിങ് എടുത്ത്. സർ, ഹലോ സർ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഹലോ മിസ്റ്റർ ആനന്ദ്, ഇവിടെ എങ്ങനെ എത്തി? സാറിനെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? അതെ സർ, ഞാൻ തന്ന ലോഗോ കണ്ണുകൾ വെച്ച് ആ കണ്ണുകളുടെ ഉടമയുടെ മുഖം വരച്ചു തരാമെന്ന് സാറ് ഏറ്റിരുന്നു. പക്ഷേ ഫംഗ്ഷൻ കഴിയുന്നതിന് മുന്നേ സാർ അവിടുന്ന് പോന്നു. സോറി, ഞാൻ പോയതല്ല മിസ്റ്റർ ആനന്ദ്. നിങ്ങളുടെ ഏതൊരു റിലേഷനിൽപ്പെട്ട സ്ത്രീ വന്ന് ഞാൻ വരച്ച് പൂർത്തിയാക്കി ആ ചിത്രം വലിച്ചേറി കളഞ്ഞ് എന്നോട് പോകാൻ പറഞ്ഞു. ഇറ്റ് വാസ് സച്ച് ആൻ ഇൻസൾട്ട്. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. ഓ മൈ ഗോഡ്, സോറി സർ. അവിടെ എന്താ നടന്നതെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും നടന്ന സംഭവത്തിന് ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ് മിസ്റ്റർ ആനന്ദ്. ഓരോരുത്തരും ഓരോ തരക്കാരല്ലേ. ഇപ്പോ എന്ത് കാര്യമായിട്ട് എന്നെ കാണാൻ വന്നേ? അത് ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ ലോഗോ വെച്ച്
ആ കണ്ണുകളുടെ ഉടമയെ ഒരിക്കൽ കൂടി എനിക്കൊന്ന് വരച്ചു തരാൻ പറ്റുമോ? ഓഫ് കോഴ്സ് വരയ്ക്കാലോ, പക്ഷേ കുറച്ച് സമയം എടുക്കും. നോ പ്രോബ്ലം സർ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഏയ് സാരമില്ല, പ്ലീസ് കം വിത്ത് മീ. വരൂ, റൂമിലേക്ക് പോ. ആ. ആനന്ദ്, ആനന്ദ്, വല്യുഞ്ഞേ, ആനന്ദ്, വല്യുഞ്ഞേ. ആനന്ദ്, അച്ഛ, ഉം? വീട്ടിലെല്ലാ റൂമിലും നോക്കി, ബ്രോ അവിടെ ഒന്നും ഇല്ല. ചേച്ചി പുറത്തൊക്കെ തിരക്കി നോക്കി, ആനന്ദിനെ അവിടെ ഒന്നും കാണാനില്ല. എന്നാലും എന്നോട് പോലും പറയാതെ ഇവനിന്ന് എവിടെ പോയെന്ന് അറിയാൻ വയ്യല്ലോ. കൃഷ്ണേട്ട, ഇനിയിപ്പോ എന്താ ചെയ്യാ? പോലീസിനെ അറിയിക്കണോ? ഉം. ഹലോ, വിഘ്നേഷ് ജയരാജ്. ദേവി, വല്യുഞ്ഞിന് ഒരാപത്ത് സംഭവിക്കല്ലേ. ദേവി, വല്യുഞ്ഞിന് ഒരാപത്ത് സംഭവിക്കല്ലേ. വരൂ. ഇത് കുഴപ്പമില്ലാത്ത റൂമാണല്ലോ. മീഡിയ ഹോട്ടൽസിൽ റൂം ഇത്ര സ്പേഷ്യസ് ആവാറില്ല. സാർ, ഇവിടെ എല്ലാം കൊള്ളാം, ഒരു പ്രശ്നമേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ റേഞ്ച് കട്ടാവും. അതെനിക്ക് മനസ്സിലായി. ഞാൻ വന്നിട്ട് സാറിന് ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. എന്റെ മൊബൈലിൽ സിഗ്നൽ കിട്ടുന്നില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പൊ ഇരുന്നോളൂ, ഞാൻ എന്റെ പണി തുടങ്ങിക്കളയാം. യെസ് സർ, പ്ലീസ്.